അങ്ങനെ 2 ദിവസത്തെ അവധി കഴിഞ്ഞിട്ട് ഞാനും ലച്ചു ഇന്നു മുതലാണ് പോകാൻ തുടങ്ങിയത്. ഓഫീസിൽ പോകാൻ ഭയങ്കര മടിയാണെന്നൊക്കെ തന്നെ പറയാം. പണ്ട് നമുക്ക് സ്കൂളിൽ പോകാനൊരു മടി ഉണ്ടായിരുന്നില്ലേ, അതേ മടി തന്നെയാണ് ഇപ്പോൾ ഓഫീസിൽ പോകാനും. പിന്നെ അങ്ങ് പോവുക തന്നെ. ഇനി അതൊന്ന് ട്രാക്കിലായി വരാൻ 2 ദിവസം സമയമെടുക്കും. ലച്ചു ഒരുപാട് ലേറ്റായിട്ടാണ് രാവിലെ എണീറ്റ്. അതുകൊണ്ട് തന്നെ ഒരു ഓട്ടപ്പാച്ചിലാണ് രാവിലെ. പൊതുവേ എല്ലാ ദിവസവും അവൾ അങ്ങനെ തന്നെയാണ്. ഉറങ്ങി എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്ങനെയൊക്കെയോ ഞാൻ പിടിച്ച് പൊക്കിയിട്ടാണ് കൊണ്ടുപോവുക. ഒന്നാമത് ഇവിടെ നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തന്നെ മടിയാണ്. അപ്പോൾ അവളുടെ കാര്യം പറയണ്ടല്ലോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കിയായിരുന്നു. കൂടെ ഞാൻ ചോറും വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഉച്ചത്തേക്ക്. അതുകൊണ്ട് ചേട്ടൻ ആ സാമ്പാർ കൂട്ടിയിട്ടാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചത്. അതെന്നെ വിളിച്ച് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. അപ്പം തന്നെ ഞാൻ വിചാരിച്ചായിരുന്നു കുറച്ച് കൂന്തളിരിപ്പുണ്ട് ഫ്രിഡ്ജിൽ, അതെടുത്തിട്ട് റോസ്റ്റ് ചെയ്യണം വൈകിട്ടെന്ന്. അങ്ങനെ വീട്ടിലെത്തുമ്പോൾ ഒരു 5:30 കഴിഞ്ഞിട്ടുണ്ട്. വന്നു, അതെടുത്ത് പുറത്ത് വെച്ചു ഐസ് മാറാൻ വേണ്ടിയിട്ട്. ഐസ് മാറാൻ കുറച്ച് സമയം എടുക്കുന്ന കാരണം കുറച്ച് വെള്ളമൂടെ ഞാൻ ഒഴിച്ച് വെച്ചു. പിന്നെ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. ലഞ്ച് കൊണ്ടുപോയതും ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോയതും സ്നാക്സ് കൊണ്ടുപോയതൊക്കെ ആയിട്ട് അതെല്ലാം കഴുകി വെച്ച് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഞാൻ ഈ പറഞ്ഞ പോലെ കൂന്തയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് ചെറിയൊരു ഗ്രേവി പോലെയാണ് ഞാൻ ഫ്രൈ ചെയ്തേക്കുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഒരുപാട് സമയമായി. ഇന്നിപ്പോൾ രാത്രിത്തേക്ക് ലച്ചിന് ചോറിന് മുട്ടത്തോരനും കൂടെ ഉണ്ട്. അങ്ങനെ അവൾ അതും കൂട്ടി ചോറും കൊടുത്തു.